ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂറും സ്ഥല MLA രമ്യ ഹരിദാസും ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ ചേർന്നതാണ്. മുതലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങൾ തടയാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് തന്നെ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം വിശദീകരിക്കും. എൻ്റെ പ്രശ്നം നമുക്ക് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ മുതലപ്പുഴ പോലുള്ള എല്ലാ സ്ഥലങ്ങളിലും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇനിയൊരു അപകടം ഇതുപോലെ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണം, മണ്ണെണ്ണയുടെ സബ്സിഡി, അതോടൊപ്പം തന്നെ അവർക്ക് കടലിൽ പോകുന്ന സമയത്ത് മെയിൻ്റനൻസ്, ഇതെല്ലാം കേരളത്തിലെ പുതിയ ഗവൺമെന്റ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെയേറെ മത്സ്യത്തൊഴിലാളികളോട് ചേർന്ന് നിൽക്കുന്നു. അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റാണിത്. ഫിഷറീസ് മന്ത്രി മറ്റു കാര്യങ്ങൾ പറയും. കുടുംബങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ച പോലെ ഗോൾഡൻ അവറിൽ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തുക എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഉന്നയിച്ചതും അത് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഗവൺമെന്റ് ഒരു SOP റെഡിയാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ SOP റെഡിയാവും. ആ ഗോൾഡൻ അവറിൽ തന്നെ സെർച്ചും റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സഹായം കൂടി ആ കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. അതായത് രീതിയിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളതും ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ SOP ഉണ്ടാവും. മുതലപ്പുഴയുടെ വിഷയവുമായി സംബന്ധിച്ച് ഡ്രഡ്ജിങ്ങിന് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് ആരംഭിക്കും. അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള വർക്ക്, അതിന്റെ ബ്രേക്ക് വാട്ടറിന്റെ ബാക്കിയുള്ള വർക്ക് CWPRSന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിന് കുറച്ച് കടലറിവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി നമ്മൾ പരിഗണിച്ച ശേഷം ഇനി വേറെ ഇന്ത്യയിൽ ഒരു വിദഗ്ധ ഏജൻസി കൂടിയുണ്ട്, എങ്ങനെ വേണം എന്നുള്ളത് കൂടി അതിൽ ഒരു ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമ്മൾ തീർച്ചയായിട്ടും അതുമായി മുമ്പോട്ട് പോകും. ഒരു കാര്യം, ഈ സംഭവം ഉണ്ടായ വെളുപ്പിനെ തന്നെ MLA രമ്യ ഹരിദാസ് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് കോസ്റ്റൽ പോലീസിന്റെ സംവിധാനം എന്നോട് പറഞ്ഞു, ഫിഷറീസ് മന്ത്രിയോട് കോസ്റ്റ് ഗാർഡിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ MLA ഇവിടെ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. കോസ്റ്റൽ പോലീസിന്റെ കാര്യത്തിൽ അടിയന്തര നടപടി ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. കോസ്റ്റ് ഗാർഡ് വരാൻ അല്പം താമസിച്ചു, മറ്റെല്ലാ നടപടികളും സ്വീകരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ MLA ആണ് പെട്ടെന്ന് ആ നടപടികൾക്ക് മുൻകൈ എടുത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അലർട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.